നമ്മൾ പാടിയതുപോലെ ധാരാളം ദൈവകൃപ അനുഭവിച്ച് ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഞാനാകുന്നത് കൃപയാലാകുന്നു എന്നുള്ളതായ വലിയ ഉൾക്കാഴ്ചയോടും താഴ്മയോടും കൂടി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഗിരിപ്രഭാഷണത്തിൽ നിന്നും നാം ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഉത്തരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളതുപോലെ നാം ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നുള്ളതായ വലിയ തിരിച്ചറിവോടും ഉത്തരവാദിത്വത്തോടും കൂടെ ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യത്തെ അധികരിച്ചുള്ളതായ ആലോചനകളാണ് കേൾക്കാനിടയായിട്ട് തീർന്നത്. ആ വാക്യമൊന്നും വായിക്കേണ്ട ആവശ്യമുള്ള വാക്യമല്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. നാം അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ട് വന്ന ആളുകളാണ്? അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. നമ്മൾ തന്നെ വന്നതല്ല, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് കഴിഞ്ഞ ദിവസം ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന നമ്മോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായ ചില മനോഹരമായ പ്രയോഗങ്ങൾ ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചായിരുന്നു. നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി അല്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ട തലമുറയിൽ നിന്ന് കർത്താവ് നമ്മെ തൻ്റെ കൃപയാൽ തിരഞ്ഞെടുത്ത് തൻ്റെ ജനമാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ സത്യം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയായിരുന്നു. അത് നമുക്ക് ഒത്തിരി വിശദമായിട്ട് ചിന്തിക്കാവുന്നതാണ്. എങ്കിൽ ഞാൻ മിക്കവാറും കാര്യങ്ങൾ അതിൽ നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ നമ്മളൊരു കാതലായ ചിന്താധാരയിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മെ തിരഞ്ഞെടുത്ത് നമ്മളങ്ങനെ ജീവിക്കണം എന്നുള്ളത് മാത്രമല്ല, നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ആ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിലാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സാധിച്ചാൽ 3 വാക്യങ്ങൾ മനഃപ്പാഠം പഠിച്ചത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, അവിടെ അബ്രഹാമിനെ ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് നാം കണ്ടു. നീതിയോടും ന്യായത്തോടും കൂടെ നടക്കാനും തൻ്റെ മക്കളോടത് കൽപ്പിക്കാനും വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. 2-ാമത്തെ വാക്യം ഏതായിരുന്നു? ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം നമ്മൾ ഓർത്തു. മോശയും യോശുവയും ചേർന്ന് ഇസ്രയേൽ മക്കളെ പഠിപ്പിച്ചതായ പാട്ടിൽ ഒരു ഭാഗമാണത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അത് ഉൽപ്പത്തി 18-ന്റെ 19 അബ്രഹാമിനെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തോ അതേ ലക്ഷ്യത്തിലാണ് അബ്രഹാമിൻ്റെ മക്കളായിട്ടുള്ള ഇസ്രയേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തത് എന്നുള്ളതായ വലിയ സത്യമാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അത് ഇസ്രയേൽ ജനത്തിന് പൊതുവെ കൊടുത്തിരുന്നതായൊരു
കുടുംബ നിയോഗമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു സന്ദേശം ഉൾക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതും നമുക്ക് ദൈവം ഭരമേൽപ്പിച്ചിട്ടുള്ളതായ വിലയേറിയ തിരുവെഴുത്തുകൾ പ്രമാണിച്ച് ജീവിക്കുവാനും ദൈവം നമുക്ക് തരുന്ന മക്കൾക്കത് ഉപദേശിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് എന്നുള്ളത് നാം വിശദമായിട്ട് ഓർത്തു. ഇനി ഒരു വാക്യോടെ നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് ഓർത്തായിരുന്നു. അതിൻ്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞാട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ദൈവം കുടുംബത്തിൽ കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ കാണുകയാണ്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. അപ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് എന്ന് പറയുമ്പോൾ ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്ന പൊതു സന്ദേശം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുള്ള വലിയ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് നാം അവിടെ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്ന ഈ വെളിച്ചവുമായിട്ട് ഇതിലൊരു ബന്ധം കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്ത വാക്കിലേക്ക് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. ബന്ധം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഫേസ്യർ 6:4 പറഞ്ഞിരിക്കുന്ന പ്രമാണം അതുപോലെ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള കുടുംബങ്ങളെ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പറ്റുമോ? സെഖര്യാവ് എലിസബത്തിൻ്റെ കുടുംബം ആ ഗണത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷെ പഠിപ്പിച്ച കാര്യം അവിടെ പറയുന്നില്ല. പഠിപ്പിച്ച കാര്യം പറഞ്ഞിട്ടുള്ളൊരു കുടുംബമുണ്ട്. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ തിമോഥെയോസിൻ്റെ അമ്മ യുനീക്കയും വലിയമ്മ ലോവീസും എത്ര വിശ്വസ്തമായിട്ടാണ് ദൈവം അവർക്ക് കൊടുത്ത മകനോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചത് എന്ന് നമ്മൾ കാണുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണെങ്കിലും നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു പോകാം. ഈ ചിന്തിച്ച 3 വാക്യങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ട 2 സഹോദരിമാരായിരുന്നു യുനീക്കയും ലോവീസും എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിക്കാം. അപ്പോൾ പൗലോസ് അവിടെ വളരെ മനോഹരമായിട്ട് ഈ സത്യം വെളിപ്പെടുത്തുകയാണ്. 3 തലമുറകളിൽ ഈ കാര്യം എങ്ങനെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ആ ചെറിയ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോവീസ് തൻ്റെ മകളിലേക്ക് ആ വചനം കൈമാറി. ഇപ്പോൾ യുനീക്കയ്ക്കൊരു മകനുണ്ടായപ്പോൾ അവർ 2 പേരും ചേർന്ന് ഈ വലിയ ഉത്തരവാദിത്വം അവനോടുള്ള ബന്ധത്തിൽ നിർവഹിച്ചു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഞാനൊരു വാചകം പറയുകയാണ്. മാതാപിതാക്കൾക്ക് മക്കളെ പഠിപ്പിക്കാം, പിന്നെ മാതാപിതാക്കൾക്ക് കൊച്ചുമക്കളെയും പഠിപ്പിക്കാനുള്ളതായ അവസരവും ഉത്തരവാദിത്വവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുന്നവർ അത് നന്നായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരേണ്ടിയിരിക്കുന്നു. തലമുറകളെ കടന്നു പോകുന്നതായ ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇത് പ്രായോഗികമാകണമെങ്കിൽ അപ്പനും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ കാര്യം വർക്കൗട്ട് ചെയ്യുവാനിടയായിട്ട് തീരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിവൃത്തിയുണ്ടെങ്കിൽ അങ്ങനെ താമസിക്കാനും ജീവിക്കാനുമായിട്ട് ശ്രമിക്കണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കുടുംബ നിയോഗത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ പാശ്ചാത്യ സംസ്കാരത്തിലൊക്കെ
ഈ മനോഹരമായ ക്രമം എവിടെയോ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ ഒത്തിരി വചനം പഠിപ്പിച്ചിട്ടുള്ളതായ ഒരു ദൈവദാസൻ, ഞാൻ ഒത്തിരി ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാറ്. അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. തൻ്റെ ഭാര്യ ഒത്തിരി നേരത്തെ മരിച്ചുപോയായിരുന്നു. ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. താൻ പിന്നെ വിവാഹമൊന്നും കഴിച്ചില്ല. ആ മകനെ വളർത്തിക്കൊണ്ട് വരാനിടയായിട്ട് തീർന്നു. പക്ഷേ അദ്ദേഹം ചെയ്തൊരു കാര്യം എനിക്കന്ന് കേട്ടപ്പോൾ വളരെ പ്രയാസമായിട്ട് തോന്നി. ആ മകൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവന് കുടുംബമായി വേറെ താമസിക്കാനുള്ളതായ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടാണ് ആ മകനെ വിവാഹം കഴിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അതെനിക്ക് തോന്നി, ഇത് വേദപുസ്തകത്തിലെ പ്രമാണമല്ല, പിന്നെയോ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നുള്ളതായ സ്വാധീനത നമ്മെ വളരെയധികം നിയന്ത്രിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പീർ പ്രഷർ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നതായ വാചകമുണ്ട്. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നതായ ഈ സമ്മർദ്ദം എന്നുള്ളത് വളരെ അപകടകരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലളിതമായ പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ ഈ സ്വാധീനതയിൽ വ്യതിചലിച്ചു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാനൊരവസരം വന്നപ്പോൾ ഞാനത് ഓർപ്പിക്കുകയാണ്. ഇവിടെ ഈ കുടുംബത്തെ നോക്കൂ. ഈ കുടുംബത്തിലെ അമ്മയും വല്യമ്മയും ചേർന്ന് തിമത്യോസിനെ വിശ്വാസ സത്യങ്ങളിൽ വളർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് നാം കാണുകയാണ്. തിമത്യോസ് ഒരു മഹാഭാഗ്യവാനാണ് എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും. കാരണം അമ്മയിൽ നിന്ന് പഠിക്കാൻ പറ്റി, വല്യമ്മയിൽ നിന്ന് പഠിക്കാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല അധ്യാപകനായിട്ട് പ്രയോജനപ്പെട്ടതായ അപ്പോസ്തലനായ പൗലോസിൽ നിന്ന് വളരെ കൃത്യമായി ദൈവത്തിൻ്റെ പ്രമാണം ഉൾക്കൊള്ളുവാനായിട്ട് തിമത്യോസിന് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. തിമത്യോസ് പൗലോസിനെ പോലെ പ്രയോജനപ്പെട്ടതിൽ ദൈവം ഒരുക്കിയ ഈ മുഖാന്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം സ്ഥാപിച്ചിട്ടുള്ള ഈ കുടുംബം എന്ന് പറയുന്നത് അതിൽ തന്നെ എത്രയോ മനോഹരമായുള്ളതായൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കുടുംബ മൂല്യങ്ങളെ വില കൊടുത്ത് വചനപ്രകാരം സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ വലിയ പ്രമാണം ഉൾക്കൊണ്ട് നാം ഓരോ ദിവസവും നമ്മുടെ കുടുംബത്തിൽ വർത്തിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. നമ്മളിപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നന്നായിട്ട് ഒരു മകനെ വളർത്താൻ ശ്രമിച്ച കുടുംബത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ വായിച്ചങ്ങ് ഉണ്ടായിരുന്നല്ലോ. ആരാണ് വളരെ പ്രാർത്ഥിച്ച് ഒരു മകനെ വളർത്താനായിട്ട് ശ്രമിച്ചത്? മനോഹയും ഭാര്യയും. എന്തോ ഒരു പ്രാർത്ഥനയാണ് അവരുടേത്. കാരണം കുഞ്ഞുണ്ടായിട്ടില്ല. പക്ഷേ അതിനു മുമ്പേ മനോഹ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അന്ന് വെളിപ്പെട്ടതായ ആ ദൈവപുരുഷൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് ഈ ജനിപ്പാനിരിക്കുന്ന മകനെക്കുറിച്ചുള്ളതായ, അവനെ വളർത്താനുള്ളതായ ആലോചനകൾ വീണ്ടും പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവിടെ ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും, ഞാൻ ഇപ്പോൾ നമ്മൾ വായിച്ച പോർഷനായതുകൊണ്ട് ഒരു വാക്കിങ്ങനെ ഓർപ്പിക്കുകയാണ്. ഒരു മകനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന് മകൻ ജനിക്കുന്നതിന് മുമ്പ് അവനെ വളർത്താനുള്ള ഉപദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ അവരാലോളം ത്യാഗപൂർണമായിട്ട് ആ വലിയ ദൗത്യത്തിന് വേണ്ടി ജീവിച്ച കുടുംബമാണ് മനോഹയുടെ കുടുംബം. മനോഹയുടെ ഭാര്യയുടെ സമർപ്പണവും അവൾക്ക് കൊടുത്ത ഉപദേശമൊക്കെ എത്ര പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ വായിച്ചതായതുകൊണ്ട് ഒരു വാചകം ഒന്ന് എടുത്തു പറയുകയാണ്. അവളോട് നമ്മുടെ മനപ്പാഠവാക്യത്തിലുണ്ടായിരുന്നു, മുന്തിരിവള്ളിയിലുള്ള ഒന്നും അവൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ മുന്തിരിയിലുള്ള ഒന്നും
കഴിക്കാൻ പാടില്ല. ഒരു മുന്തിരിങ്ങ പോലും അവൾക്ക് കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അവളത് കൃത്യമായിട്ടും സൂക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അവളൊരു നാസീർ വ്രതക്കാരനെ വളർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. നാസീർ വ്രതം എന്നുള്ളതിൽ ലളിതമായി പറഞ്ഞാൽ വേർപാടെന്നുള്ള അർത്ഥം അതിന് ഉണ്ട്. അപ്പോൾ ഒരു വേർപാടുകാരനായിട്ട് അവരുടെ കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള വലിയ ശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ ആ നാട്ടിൽ എല്ലാവരും കഴിക്കുന്നതായ ആ മുന്തിരിങ്ങയോ അതിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് വർജനം പാലിച്ചാണ് ആ സഹോദരി ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഏത് കാര്യം ഉപേക്ഷിച്ചാലും നല്ലതാണ്. ചില ആളിലൊക്കെ ഇപ്പോൾ പറയാറുണ്ട്, കൊച്ചു പിള്ളേർ മുതലിപ്പോൾ മൊബൈൽ അവരുടെ കയ്യിൽ നിന്ന് മാറ്റാനേ പറ്റുകയില്ല. വളരെ ചെറിയ പ്രായത്തിലും ഇതിപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി എന്തു ചെയ്യുമെന്നുള്ളതായ വിചാരത്തിൽ അനേകർ കുഴങ്ങുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. വളരെ അത്യാവശ്യം വന്നാൽ നിങ്ങൾ തൽക്കാലം അങ്ങനെയുള്ള മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തിയെടുക്കുക എന്നുള്ളത് എത്രയോ ഉത്തരവാദിത്തപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവാത്മാവ് നമുക്ക് ഈ ദിവസങ്ങളിൽ ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി നമുക്ക് എല്ലാം പരിചയമുള്ളൊരു വാക്യം ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ അറിയാത്തവരാരും ഈ ക്ലാസ്സിൽ കാണുകയില്ല. 14-ാമത്തെ വാക്യത്തിൽ ഈ തലമുറയുടെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ വചനം പ്രമാണിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ മക്കളെ ദൈവവചന സത്യങ്ങൾ പഠിപ്പിച്ച് അവരാ വചനം പ്രമാണിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നുള്ളത് ഒരു സാമാന്യ വെളിച്ചമാണെന്നുള്ളതല്ല, പിന്നെയോ നിങ്ങൾക്ക് അന്ധകാരം നിറഞ്ഞ ഈ തലമുറയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അർത്ഥവ്യാപ്തി നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇനി ഞാനൊരു 3 റെഫറൻസ് പറയാം. അത് പറഞ്ഞാൽ മാത്രം മതി. അതിൻ്റെ വിശദാംശങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യനെ നാം കാണുന്നുണ്ട്. അങ്ങേരുടെ പേരെന്ന് പറഞ്ഞാട്ടെ, കാലേബ്. കാലേബിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവൻ എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നമ്മളെല്ലാവരും വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കാനുള്ള തീരുമാനം ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ജ്യോതിസിനെ പോലെ പ്രകാശിക്കാം. അത് ഞാൻ പറയാൻ കാരണം, വ്യക്തിപരമായിട്ട് വചനം പ്രമാണിക്കാനായിട്ട് നിങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തികൾ എന്ന നിലയിൽ കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് ഈ വല്ലാത്ത തലമുറയിൽ ജ്യോതിസിനെ പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി മറ്റൊരു കുടുംബത്തെ ബന്ധപ്പെടുന്ന 2 റെഫറൻസ് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലും 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും വചനം പ്രമാണിച്ച ഒരു കുടുംബമുണ്ട്. പേരെന്ന് പറഞ്ഞാട്ടെ, നോഹയും കുടുംബവും. അവനോട് എന്ത് ദൈവം പറഞ്ഞോ അത് അതുപോലെ ചെയ്തു. 7-5 വരുമ്പോൾ ദൈവാത്മാവ് രേഖപ്പെടുത്തുക, അങ്ങനെ തന്നെ അവൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ,
മറ്റ് രണ്ടാമതൊരു കുടുംബം ദൈവത്തിൻ്റെ പ്രമാണം സൂക്ഷിക്കാൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഈ കുടുംബം ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ആ തലമുറയിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിച്ചു. ഉൽപ്പത്തി ദിവസത്തിൽ മനോഹരമായൊരു വാക്യമാണ്, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപയെക്കുറിച്ചാണല്ലോ നമ്മളിന്ന് 2 പാട്ടും പാടിയത്. പ്രിയപ്പെട്ടവരെ, കൃപ പൊതുവെ നഷ്ടപ്പെട്ട തലമുറയിൽ ഈ കുടുംബം ദൈവകൃപയെ സാക്ഷിച്ച് ജീവിച്ചു. ബഹുഭാര്യാത്വം സാമാന്യമായി തീർന്ന ആ തലമുറയിൽ നോഹയും 3 മക്കളും ഏകഭാര്യ വ്രതം സൂക്ഷിച്ചുകൊണ്ട് അവർ ദൈവത്തോടു കൂടെ നിൽക്കുന്നവരാണ് എന്നുള്ളത് ആ തലമുറയ്ക്ക് സാക്ഷ്യം കൊടുത്തു. അവർ ചെയ്ത വേറെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന പ്രമാണം സൂക്ഷിച്ചാൽ, കുടുംബമായി സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചാൽ, കുടുംബമായി ജ്യോതിഷികളെ പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും വഴിതെറ്റുന്ന കാലത്ത് ഇപ്പോൾ നമ്മൾക്കൊന്നും നേരെയൊന്നും ജീവിക്കാൻ പറ്റുകയില്ലെന്നാണ് പൊതുവെ ആളുകൾ വിചാരിക്കുന്നത്. വേറെ ആൾ വഴിതെറ്റുന്നതുകൊണ്ട് നമ്മൾ വഴിതെറ്റുന്ന യാതൊരു നിർബന്ധവുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞ നാളുകളിൽ എത്രയോ കുടുംബങ്ങൾ അങ്ങനെ നിന്നു. ആദ്യ ഒരു ഉത്തരം ലൂക്കോസ് 1:6 നിന്ന് പറഞ്ഞായിരുന്നല്ലോ. സെക്കര്യാവിനെ എലിസബത്തിനെയും കുറിച്ച് വായിക്കുമ്പോൾ നാം കാണുന്ന മനോഹരമായ കാര്യം, അവർ കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും, അടുത്ത വാക്ക് ഓർക്കുന്നുണ്ട്, കുറ്റമില്ലാത്തവരായി നടക്കുന്നവർ ആയിരുന്നു. അതുകൊണ്ട് അവർക്കൊരു മകൻ ജനിച്ചപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നന്നാകണമെങ്കിൽ നിങ്ങൾ നന്നാകണം. നിങ്ങളുടെ മക്കൾ നാളെ വചനം പ്രമാണിച്ച് ജീവിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ വചനം പ്രമാണിച്ച് വില കൊടുത്ത് ജീവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച ഉൾക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്കെല്ലാം പരിചയമുള്ള ഒരു റെഫറൻസോടെ പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവിടെ ഒരു സഭയാണ്. സഭയുടെ പേരെന്ന് പറഞ്ഞാട്ടെ ഫിലദൽഫിയയിലെ സഭ. അവരോട് കർത്താവ് പറയുക, വേറെ ആരും പറയുന്നതല്ല, കർത്താവ് സാക്ഷ്യം പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. തുയത്തൈരയിലെ കൂരിരുട്ടൊന്നും ബാധിക്കാതെ, അവിടുത്തെ ദുർനടപ്പൊന്നും ബാധിക്കാതെ ഈ സഭ, ഒത്തിരി ദൂരത്തല്ല അവർ, പക്ഷേ ആ സഭ എത്രയോ വ്യത്യസ്തമായ സാക്ഷ്യം ആ തലമുറയിൽ പുലർത്തുവാൻ ഇടയായിട്ട് തീർന്നു. അവരിന്നും തലമുറകളുടെ നടുവിൽ നൂറ്റാണ്ടുകളായിട്ട് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്നുള്ള വലിയ ഉൾക്കാഴ്ചയോടുകൂടി ദൈവം തന്ന വചനത്തോടുള്ള വിശ്വസ്തത സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. 2-ാമത്തെ അനുഗ്രഹത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുന്നു. 2-ാമത്തേത് എന്താണെന്ന് പറയാമോ? രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമുക്ക് തന്ന വേറിട്ടുള്ളൊരു ആത്മീക പദവി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത് വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ്. ഈ ഉപദേശം നമ്മൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് മുഴുവനും ചിന്തിക്കാനൊന്നും പറ്റുകയില്ലാത്തതുകൊണ്ടല്ല, അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ വഴി മാറിപ്പോകുവാൻ ഇടയായിട്ട് തീരും. പക്ഷേ നമുക്ക് ഒരു വാചകം ഞാനൊന്ന് പറയുകയാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ സുവിശേഷത്തിൻ്റെ പ്രകാശനത്തിലേക്ക് വന്നപ്പോൾ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായങ്ങളെ വിട്ട് വേർപെടുന്നതിന് പ്രധാനമായും പ്രചോദനമായിട്ട് തീർന്ന ഒരു കാര്യം, സമുദായങ്ങളിൽ കണ്ടതായ പട്ടത്വ വ്യവസ്ഥകൾ ദൈവത്തിൻ്റെ വചനപ്രകാരമല്ല എന്നുള്ളതായ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. വേറെയും കാരണങ്ങളുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്.
സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കർത്തൃമേശ ആചരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൽപ്പനയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ കൽപ്പനയോടുള്ളൊക്കെ അനുസരണം കാണിക്കേണ്ടതിനും കൂടിയാണ് അവർ വേർപെടുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷെ അവരെ ഏറ്റവും ശ്രദ്ധേയമായി സ്വാധീനിച്ചതായ കാര്യം ഈ പട്ടത്വത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ളതായ വിടുതൽ ആഗ്രഹിച്ചാണ് അവർ വേർപെട്ട സാക്ഷ്യത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ പൗരോഹിത്യം എന്നുള്ളത് ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു ഉപദേശമാണ്. എന്നാൽ ഞാൻ ഈ വഴിയിലുള്ളൊരു വിശദീകരണമാണ് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിലെ പൗരോഹിത്യത്തിൽ നിന്ന് പുതിയ നിയമസഭയുടെ പൗരോഹിത്യത്തിനുള്ളതായ വളരെ സാരമായിട്ടുള്ള വ്യത്യസ്തത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനൊരു വാചകം എന്ന് പറയുകയാണ്. ചില ആളുകളൊക്കെ സഭയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആദാം മുതലേ സഭയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട്. അതിൻ്റെ മറുവശമൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നമുക്കതല്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുമൊക്കെ എന്നാണ് സഭയുടെ ആരംഭം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവദാസനുമായിട്ട് ഒരിക്കൽ സംസാരിക്കാനിടയായിട്ട് തീർന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, ആദാം മുതലേ സഭയുണ്ടായിരുന്നെങ്കിൽ ആ സഭയിലെ പൗരോഹിത്യ ക്രമീകരണം എന്തായിരുന്നു, ഇപ്പോഴുള്ള പൗരോഹിത്യ ക്രമീകരണം എന്താണ്, ഇത് തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? എന്തൊരു വ്യത്യാസമാണ് പ്രിയപ്പെട്ടവരെ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സത്യം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അന്ധത ഒരുപക്ഷെ ദൈവജനത്തിന് മധ്യത്തിലും വരാനുള്ളതായ സാധ്യതയുണ്ട്. ഞാനൊരു വാചകം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേലിലുണ്ടായിരുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ നമ്മുടെ പൗരോഹിത്യം എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളതായ കാര്യം വിശദീകരിക്കുകയാണ്. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ആ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് വളരെ നന്ദിയോടും സന്തോഷത്തോടും കൂടെ ഓർക്കാം. ഒരു കാര്യം മാത്രം ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്ത് പറയുകയാണ്. അതിൻ്റെ വാക്യങ്ങളെല്ലാം വായിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ലളിതമായിട്ട് അറിയാവുന്നതായ കാര്യമാണ്. ഇസ്രായേലിലെ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതായൊരു സമയമുണ്ട്. ആണ്ടിൽ എത്ര പ്രാവശ്യം പോകും? ഒരൊറ്റ പ്രാവശ്യമേ പോവുകയുള്ളൂ. അത് മഹാപാപ പരിഹാര ദിവസത്തിൽ തൻ്റെ പാപത്തിനു വേണ്ടിയുള്ള യാഗവും കഴിച്ചിട്ട് പിന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാഗവും അർപ്പിച്ചിട്ട്, എങ്കിലും വലിയ ധൈര്യത്തോടെയല്ല, പിന്നെയോ ആ കൃപാസനത്തിങ്കലേക്ക് ഒരർത്ഥത്തിൽ ഭയത്തോടെ പ്രവേശിക്കുകയാണ്. വേദപുസ്തകത്തിലില്ലെങ്കിലും യഹൂദ എഴുത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കാലിൽ ചങ്ങലയുമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് കടക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കുഴപ്പം പറ്റി അവിടെയൊക്കെ മരിച്ചു വീണാൽ ആ മൃതശരീരം എടുക്കാൻ വേറൊരാൾക്ക് കയറിപ്പോകാനായിട്ട് സാധിക്കുകയില്ലാത്തതുകൊണ്ട് ആ മൃതശരീരം എടുക്കാൻ അങ്ങനെയും ക്രമീകരണം ചെയ്തിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഇസ്രായേലിലുണ്ടായിരുന്ന പൗരോഹിത്യം എത്രയോ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഇന്ന് പല വയനം ധ്യാനിച്ചപ്പോൾ ഓർത്തു, മഹാപുരോഹിതൻ മാത്രമേ അങ്ങോട്ട് കിടക്കുകയുള്ളൂ. വേറെ എന്തോരം പുരോഹിതന്മാരുണ്ട്, അങ്ങോട്ട് കടക്കണ കാര്യം ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യില്ല. ചിന്തിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടാകുകയില്ല. കാരണം അതിൻ്റെ ക്രമീകരണം അങ്ങനെയാണ്. പക്ഷെ പുതിയ പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കുന്ന വളരെ ലളിതമായൊരു സത്യം, നമ്മുടെ പുരോഹിതൻ, മഹാപുരോഹിതനായ കർത്താവ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന് 24-ാം വാക്യം 1 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 വാക്യം 1
ഈ ഇസ്രായേലിലെ മഹാപുരോഹിതൻ പ്രവേശിക്കുന്നതിന് ആ വാക്യത്തിലൊരു പേര് പറയുന്നുണ്ട് ആ സ്ഥലത്തിന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അതെ, വാസ്തവമായതിൻ്റെ പ്രതിബിംബമായിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇസ്രായേലിലെ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതൻ എങ്ങോട്ടാണ് പ്രവേശിച്ചിരിക്കുന്നത്? വാസ്തവമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എത്ര ഉന്നതമായ പൗരോഹിത്യ പദവിയിലേക്ക് വന്നവരാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു വാചകം പറഞ്ഞത്, ഈ മഹാപുരോഹിതനോട് ചേർന്ന് പൗരോഹിത്യ അവകാശം കിട്ടിയ നമുക്ക് ആ കൃപാസനത്തിങ്കലേക്ക് പ്രവേശിക്കാനുള്ളതായ എല്ലാ സ്വീകാര്യതയും ലഭിച്ചിരിക്കുക. എബ്രായ ലേഖനകാരൻ ഉപയോഗിക്കുന്ന ആ വാക്കാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മഹാപുരോഹിതൻ വാസ്തവമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് വേണ്ടി അവിടെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുരോഹിതന്മാരായ നമുക്ക്, അല്ല ഈ വാക്കങ്ങ് ഉപയോഗിക്കാം, രാജകീയ പുരോഹിതവർഗമായിരിക്കുന്ന നമുക്ക് ആ കൃപാസനത്തിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എത്രയോ ഉന്നതമാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇത് ഞാൻ എൻ്റെ വാക്കുകൾ വിശദീകരിക്കാതെ നമുക്ക് പരിചയമുള്ളൊരു 3 വാക്യങ്ങൾ വായിച്ച് പോകാം എന്ന് കരുതുകയാണ്. വിശദീകരണം ഒന്നും ഈ ക്ലാസ്സിൽ പറയേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. നമുക്ക് അത്ര പരിചയമുള്ള വാക്യങ്ങളാണ്. മിക്കവാറും വാക്യം നമുക്ക് അറിയാവുന്നതുമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ്റെ പ്രത്യേകത അവിടെ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിക്കാം. ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികിയ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്തും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എന്ത് മനോഹരമായിട്ടാണ് ഈ സത്യം അവിടെ വിശദീകരിക്കുന്നത്. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ട്. പക്ഷേ എൻ്റെ വിഷയം മാറിപ്പോകുന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. 2 വാക്കെടുത്ത് പറയണമെന്ന് വചനം ഇന്ന് പകൽ ധ്യാനിക്കുമ്പോൾ ഞാൻ ഓർത്തു. ആദ്യത്തെ ഞാൻ വായിച്ച 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ സ്വീകാരം എന്ത് ചെയ്യാനാ പറഞ്ഞേക്കണേ? മുറുകെ പിടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൃപാസനത്തിങ്കലേക്ക് ചെല്ലാനുള്ള വലിയ അവകാശം സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുക, ആ സ്വീകാര്യത അത് മുറുകെ പിടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ സ്വീകാര്യതയെ നമുക്ക് നിരന്തരം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം. KG കുര്യച്ചാൻ എഴുതിയ ഒരു പുസ്തകം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രയോഗം ആ എഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നെ അങ്ങ് അതിശയപ്പെടുത്തിയൊരു പ്രയോഗമാണ്. അങ്ങനെ പറയാവുന്ന എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ആ ദൈവദാസനെ എഴുതിയതായതുകൊണ്ട് പറയുകയാണ്. ഇന്ന് കൃപാസനത്തിലേക്കുള്ളതായ വഴി അനേക വിശ്വാസികൾക്ക് പുല്ല് പിടിച്ച് കിടക്കുകയാണെന്ന് അദ്ദേഹം ഒരു വാചകം എഴുതി. എന്ന് പറഞ്ഞാൽ ഒരു നടപ്പ് വഴി സാധാരണ നടക്കുന്നതാണെങ്കിൽ പുല്ല് പിടിക്കുകയോ? ഇല്ല, തെളിഞ്ഞു കിടക്കും.
ആ അർത്ഥത്തിലാണ് ആ പ്രയോഗം അദ്ദേഹം നടത്താനിടയായിട്ട് തീർന്നത്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ഈ സ്വീകാര്യത എത്രയോ ഉന്നതമാണ്, എത്രയോ മഹത്തരമാണ്. ഇസ്രായേലിലെ മഹാപുരോഹിതൻ ഭയത്തോടെ ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്ന സ്ഥലത്തേക്ക്, അത് വാസ്തവമായതിൻ്റെ പ്രതിബിംബത്തിലേക്ക് നമുക്ക് വാസ്തവമായ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാനുള്ളതായ വലിയ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുക. ആണ്ടിലൊരിക്കലല്ല, സമയോടെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ചെടുത്ത് തത്സമയത്ത് സഹായത്തിലുള്ള കൃപയ്ക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും കൃപാസനത്തിങ്കലേക്ക് ചെല്ലാനുള്ളതായ വലിയ സ്വാതന്ത്ര്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സത്യം ഇവിടെ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പാപത്തിൻ്റെ മേൽ വിജയം വരിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവ പൈതൽ കൂടെ കൂടെ കൃപാസനം ഉപയോഗിക്കും. കൃപാസനം ഉപയോഗിക്കാനായിട്ട് മുട്ടുകുത്തി മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ വിശുദ്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ പാപത്തിൻ്റെ പരീക്ഷകളുടെയൊക്കെ വക്കിൽ നിൽക്കുമ്പോൾ അവരവരുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുള്ള പല ഭക്തന്മാരും ഉണ്ടല്ലോ. നെഹമ്യാ ഒരു അത്യാവശ്യ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ച ആളാണ്. ഈ മോഹമൊക്കെ എന്താ വാടിയിരിക്കുന്നത് രാജാവും രാജ്ഞിയോട് ചോദിച്ചു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അതിന് ഉത്തരം പറഞ്ഞത്. അപ്പം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെയോ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. വളരെ നിർണായകമായൊരു ഉത്തരമാണിത്. ഈ ഉത്തരം ശരിയായാൽ ഇനി ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ. അതെല്ലാം അദ്ദേഹം മനസ്സിൽ കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ഉത്തരം പറയുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാനിന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പാപത്തിൻ്റെ പ്രലോഭനങ്ങളും ഒക്കെ നിറഞ്ഞൊരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രലോഭനങ്ങളുടെ വക്കിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടെ കൂടെ കൃപാസനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താനോ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ സാധിക്കേണ്ടിയിരിക്കുന്നു. പണ്ടത്തേക്കാളൊക്കെ വളരെ അപകടം പിടിച്ചൊരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. രാമങ്കലത്തെ സഭയിൽ ഒരു വിസിറ്ററായി വന്ന സഹോദരൻ ഒരു ദിവസം വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മൊബൈലിൽ അശുദ്ധമായൊരു കാഴ്ച വരാൻ പോകുമ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്നത് ഓഫ് ചെയ്യുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, നിങ്ങൾ തന്നെ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ പ്രലോഭനം, അതിനുള്ള അപകടം നമ്മുടെ പോക്കറ്റിലുണ്ട്. അതിന് വേറെ ഗുണങ്ങളുണ്ട്, പക്ഷേ വളരെ അപകടമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നില്ലെങ്കിൽ മലിനപ്പെട്ടു പോകാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് കൃപാസനത്തിലേക്ക് വരാനും കർത്താവേ എനിക്ക് ജയാളിയായിട്ട് ജീവിക്കണം എന്നുള്ളതായ പ്രാർത്ഥനയോടും ആശ്രയത്തോടും കൂടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിച്ചാൽ, കൃപാസനത്തെ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് വിശുദ്ധിയോടെ ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. അടുത്ത പ്രയോഗം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം വിശദീകരണം പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെ കൃപാസനത്തോട് അടുത്ത് ചെല്ലാനാണ് പറയുന്നത്? ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ധൈര്യത്തോടെ എന്ന് പൗലോസ് എന്ന് വിചാരിക്കുന്നു. എഴുത്തുകാരൻ എഴുതുന്നതിൻ്റെ കാരണം, ഇസ്രായേലിലെ മഹാപുരോഹിതൻ വളരെ ഭയത്തോടു കൂടിയാണ് അങ്ങോട്ട് കയറുന്നത്. അതിൻ്റെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു. തൻ്റെ പാപത്തിന് വേണ്ടിയുള്ള യാഗം കഴിച്ചിട്ടുണ്ട്, ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള യാഗം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യാഗങ്ങളെല്ലാം ദൈവത്തിന് ഏറ്റവും പ്രസാദമായോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ നല്ല ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് വളരെ
ഭയത്തോടെയാണ് അങ്ങോട്ട് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. വേണ്ടപ്പെട്ടവരോടൊക്കെ അത്യാവശ്യം യാത്ര പറഞ്ഞായിരിക്കും അങ്ങോട്ട് കയറുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഇവിടെ ദൈവാത്മാവ് പറയുകയാണ്, നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിങ്കലേക്ക് ചെല്ലാം. ഇവിടെ ഒരു വിശദീകരണം വേണ്ടതാണ്, പക്ഷെ ഞാൻ 1-2 വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവ് വാസ്തവമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നടന്നിട്ടുള്ളതായ കാര്യങ്ങളാണ്. മാളികമുറിയിലെ പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ ആ പ്രസംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കർത്താവ് ഒടുവിലത്തെ രാത്രിയിൽ, മരണത്തിലേക്ക് പോകുന്നതിൻ്റെ ഒടുവിലത്തെ രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ ആലോചനയാണ്. അവിടെ എത്ര പ്രാവശ്യം പറയണമെന്നറിയാമോ? ഞാൻ പോവുകയാണ്, പിന്നെയും വരും. എനിക്ക് കഴിഞ്ഞ ദിവസം ആ പ്രസംഗത്തിൽ നിന്ന് പോവുകയാണെന്ന് കർത്താവ് പറഞ്ഞുള്ള വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എത്രയോ വാക്യങ്ങളിലാണ് ഈ കാര്യം കർത്താവ് എടുത്തു പറയുന്നത്. 14-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ കർത്താവ് പോവുകയാണെന്ന് പറയുന്നത് ക്രൂശിലേക്കാണ്. എഴുന്നേൽപ്പിൻ നാം പോകാം. ക്രൂശിലേക്ക് പോയി. ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായിട്ട് നമ്മുടെ കർത്താവ് മരിച്ചു. ആ മരണം ശരിയായോ എന്ന് ആർക്കും സംശയിക്കേണ്ട. കാരണം നമ്മുടെ കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ മരണം സ്വർഗത്തിന് പ്രസാദമായെന്നുള്ളത് ഉറപ്പിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം ഇതെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു വലിയ സത്യം നമ്മൾ കാണുകയാണ്. ആ വാക്യം പറയാതിരുന്നൊരു അപൂർണതയാകും എന്നുള്ളതുകൊണ്ട് അതുമാത്രം ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങൾ പറയുന്നൊരു വാക്യമുണ്ടല്ലോ. അവൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അവിടുത്തെ പാപം നമുക്കറിയാം, അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ച്. പിന്നെ നീതിയെക്കുറിച്ച് ബോധം വരുത്തും. അതെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച്. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കപ്പെടുകയാണ്. കർത്താവ് അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നുള്ളതും നമ്മുടെ കർത്താവ് നീതിമാനാണെന്നുള്ളതും അതിലൂടെ എല്ലാം ഉറപ്പിക്കപ്പെട്ടു. ഞാനൊരു ഭയത്തോടെ ഒരു വാക്ക് പറയുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ, വളരെ ഭയത്തോടെ ഒരു മുൻകൂർ ജാമ്യം എടുത്താട്ടോ പറയണത്, ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഈ കലർ ഉറപ്പാക്കണമെന്ന് പറഞ്ഞവർ പറഞ്ഞ ആ പ്രയോഗം ശരിയാണെന്ന് വരില്ലേ? അന്നേരം അവരൊരു എന്താ ഒരു പേര് കർത്താവിനെ വിളിച്ചത്? ആ ചതിയൻ ജീവനോടിരുന്നപ്പോൾ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വാക്ക് അതുപോലെ അനർത്ഥമാകുകയില്ലേ? പക്ഷെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആ പ്രായശ്ചിത്ത മരണത്തിൻ്റെ നിസ്തുല്യത എത്രയോ വ്യക്തമായിട്ടും ഉറപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഈ കൃപാസനത്തിലേക്ക് എല്ലാനായിട്ട് ഒട്ടും ഭയത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ മഹാപുരോഹിതൻ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാതം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ഈ കാഴ്ച ദൈവാത്മാവിൻ്റെ രാത്രി നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അതുകൊണ്ട് നാം പാപത്തിൻ്റെ പ്രലോഭനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുന്നത് പേടിച്ചൊന്നുമല്ല, പിന്നെയോ ഏത് പാപത്തിൻ്റെ മേലും വിജയം നൽകി വിശുദ്ധരായിട്ട് ജീവിക്കത്തക്കവണ്ണം നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള, പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ പ്രാപ്തനായ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ പറയാനായിട്ടുമുണ്ട്. എങ്കിൽ ഞാൻ മുമ്പോട്ട് കിടന്നൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. രാജകീയ പുരോഹിതവർഗമായിരിക്കുന്ന നാം പാപത്തിൽ വീഴാതെ ഓരോ ദിവസവും വിശുദ്ധരായിട്ട് ജയാളികളായിട്ട് ജീവിക്കുമ്പോൾ നാം വിശുദ്ധിയുടെ
വെളിച്ചത്തിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ രാജകീയ പുരോഹിത വർഗമാണെന്നുള്ളത് ഞായറാഴ്ച രാവിലെ ആരാധിക്കുമ്പോൾ സ്തോത്രം ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിച്ചാൽ പോരാ. പിന്നെയോ ഈ പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് തുടർന്നുള്ളതായ ദിവസങ്ങളിൽ പാപത്തിന് മേൽ വിജയം വരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നതിലൂടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന ആളുകൾ വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കർത്താവിനത് അപമാനമായിരിക്കും. പുരോഹിതൻ എന്തോരം വിശുദ്ധി സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ലേവ്യ പുസ്തകമൊക്കെ പഠിച്ചായിരുന്നല്ലോ. ഒരു യഹൂദൻ്റെ സാമാന്യ പ്രമാണത്തിൽ പുരോഹിതന് ജീവിക്കാൻ പറ്റുകയില്ല. പുരോഹിതൻ അതിനേക്കാളൊക്കെ ഉയർന്ന സ്റ്റാൻഡേർഡ് പുലർത്തേണ്ടവരാണ്. ഞാൻ ഇന്ന് രാത്രി ഈ വാക്കിങ്ങനെ ഉപസംഹരിക്കട്ടെ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന് നമുക്ക് രാജകീയ പുരോഹിതവർഗമാണ് നാം എന്നുള്ള തിരിച്ചറിവോടുകൂടി ഓരോ ദിവസവും വിശുദ്ധരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ നടക്കുന്ന വിശുദ്ധിയുടെ വെളിച്ചം അശുദ്ധിയിൽ ജീവിക്കുന്ന മറ്റനേകരെ പാപബോധം നൽകുവാൻ ഇടയായിട്ട് തീരട്ടെ. ഇതിൽ 1-2 കാര്യങ്ങളോട് പറയാനായിട്ടുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എത്രയോ ഉന്നതമായ പദവിയിലേക്കാണ്. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ജീവിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.